ക്രമസമാധാനത്തിന് മതിയായ പോലീസുകാരില്ലാതെ വർക്കല പോലീസ് സ്റ്റേഷൻ. എസ്ഐയും വനിതാ എസ്ഐയും ഉൾപ്പെടെ 20ഓളം പോലീസ് ഉദ്യോഗസ്ഥരുടെ കുറവാണ് നിലവിൽ വർക്കലയിലുള്ളത്. ശിവഗിരി തീർത്ഥാടന കേന്ദ്രവും പാപനാശം ടൂറിസം കേന്ദ്രവും ഉൾപ്പെടുന്ന മേഖലയിലാണ് പോലീസുകാരുടെ അഭാവം മൂലം ക്രമസമാധാനം താറുമാറാകുന്നത്. വർക്കല പോലീസ് സ്റ്റേഷനിൽ എസ്ഐ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ കുറവ് ക്രമസമാധാനത്തെ ബാധിക്കുമോ എന്നാണ് ജനങ്ങളുടെ ആശങ്ക. കഴിഞ്ഞ ഏകദേശം ഒരു മാസക്കാലമായിട്ട് വർക്കല പോലീസ് സ്റ്റേഷനിൽ എസ്ഐ ഉൾപ്പെടെ ഏകദേശം 20ഓളം പോലീസ് സേന അംഗങ്ങളുടെ കുറവുണ്ട്. ഇത് ഇവിടെ പറയാൻ കാരണം വർക്കലയുടെ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യവും ലോകം അറിയുന്ന 2 തീർത്ഥാടന കേന്ദ്രങ്ങളും ഉൾക്കൊള്ളുന്നതാണ് വർക്കല. അതുപോലെ തന്നെ ലോകം നെറുകയിൽ എന്ന് പറയുന്ന വിനോദസഞ്ചാര കേന്ദ്രവും നിലകൊള്ളുന്ന സ്ഥലമാണ് വർക്കല പാപനാശം. ജനാർദ്ദന സ്വാമി ക്ഷേത്രവും ശിവഗിരി മഠവും ഉൾക്കൊള്ളുന്ന, അതുപോലെ തന്നെ വർക്കലയുടെ ഹെഡ്ക്വാർട്ടേഴ്സായ താലൂൾക്കുൾപ്പെടുന്ന ഒരു ഭൂപ്രകൃതി അടങ്ങിയ സ്ഥലമാണ് വർക്കല. ഈ പ്രദേശത്ത് കഴിഞ്ഞ കുറെ കാലമായിട്ട് എസ്ഐ ഉൾപ്പെടെ വനിതാ എസ്ഐ ഉൾപ്പെടെയുള്ള പോലീസ് സേനാംഗങ്ങളുടെ കുറവ് മൂലം വർക്കലയുടെ ക്രമസമാധാന പാലനം നടത്തുവാൻ യഥാസമയം വർക്കല പോലീസിലെ ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല. നമുക്കറിയാം, കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിലെ പോലീസ് സേനയിലെ ജോലി സമ്മർദ്ദം കൊണ്ട്, ജോലി ഭാരം കൊണ്ട് ലീവെടുത്ത് പോകുന്നവരും എസ്ഐ ഉൾപ്പെടെയുള്ള പോലീസ് സേനാ അംഗങ്ങൾ ആത്മഹത്യ ചെയ്യുന്നതും പറ്റി നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. 3 ആൾ ചെയ്യേണ്ട പണി ഒരാൾ ചെയ്ത് തീർക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദവും വർക്കല പോലീസ് സ്റ്റേഷനിലെ നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ലീവിനും കാരണമാകുന്നുണ്ട്. ക്രമസമാധാന പാലനം ഉൾപ്പെടെ ട്രാഫിക് ഉൾപ്പെടെ ആയിരക്കണക്കിന് ജനങ്ങൾ വർക്കലയിൽ എത്തിച്ചേരുന്നുണ്ട് ദിനം പ്രതി. മുൻകാലങ്ങളിൽ ക്രമസമാധാനവും ട്രാഫിക് നിയന്ത്രിക്കുവാൻ പ്രാന്തപ്രദേശങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് താറുമാറായിരിക്കുകയാണ്. വിനോദസഞ്ചാര കേന്ദ്രമായ വർക്കലയിൽ ഏകദേശം വള്ളക്കടവ് മുതൽ കാപ്പിൽ വരെ വരുന്ന ബീച്ചിന്റെ വർക്കല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിൽക്കുന്ന സ്ഥലത്ത് വിനോദസഞ്ചാരികളെ സംരക്ഷിക്കുവാനും അതോടൊപ്പം തന്നെ ലഹരി മരുന്ന് MDM പോലെയുള്ള ലഹരി മരുന്നിനെയും മറ്റ് മയക്കുമരുന്നുകളെ നിയന്ത്രിക്കുവാനും ഒരേ സമയം 2 പോലീസ് ഉദ്യോഗസ്ഥരാണുള്ളത്. അവർ തന്നെ പലപ്പോഴും വർക്കല പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുടെ അഭാവം മൂലം അവരെ തന്നെ പലപ്പോഴും വിളിച്ച് പോലീസ് സ്റ്റേഷനിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അധികൃതർ കണ്ണു തുറക്കണം. വർക്കലയിൽ അതുപോലെ തന്നെ മയക്കുമരുന്നിന്റെയും MDM പോലുള്ള കഞ്ചാവ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്നിന്റെയും മറ്റും അധിക ഉപയോഗം മൂലം തീർത്ഥാടന കേന്ദ്രങ്ങളും അതുപോലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും പോലെ തന്നെ വർക്കലയിൽ അക്രമവാസനയും ഈ അടുത്തിടെ തന്നെ സംഭവിച്ച സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാവും ധാരാളമുണ്ട്. ഇവയൊക്കെ നിയന്ത്രിക്കുവാനും അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ നീതി തേടിയെത്തുന്ന സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾക്ക് നീതി കൊടുക്കുവാൻ വേണ്ടിയുള്ള പോലീസുകാരുടെ അഭാവം മൂലം, പോലീസിന്റെ അഭാവം മൂലം അതിനും സാധിക്കാത്തൊരവസ്ഥ. ഒരു വനിതാ എസ്ഐ ഉൾപ്പെടെ 4 ASIമാർ വേണ്ട സ്റ്റേഷനിൽ ഒരു എസ്ഐ പോലുമില്ല. വനിതാ എസ്ഐമാരുടെ ഒഴിവുകൾ സ്റ്റേഷനിൽ ഉണ്ടെങ്കിലും ഇനിയും ആരെയും നിയമിച്ചിട്ടുമില്ല. സ്റ്റേഷനിൽ പരാതിയുമായി എത്തുന്നവർ എസ്ഐ ഇല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. നിരവധി പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ വനിതാ എസ്ഐ ആവശ്യമാണെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. വർക്കല പോലുള്ള വളരെ പ്രസിദ്ധമായ സ്ഥലത്ത് ക്രമസമാധാനവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. വർക്കല പോലീസ് സ്റ്റേഷനിൽ ഡിവൈഎസ്പിയും സിഐയും ഇപ്പോൾ നിലവിലുണ്ട്. എന്നാൽ ആവശ്യത്തിന് സബ് ഇൻസ്പെക്ടർമാരുടെ എണ്ണം കുറവാണ്. നമുക്കറിയാം, ഒരു പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പ്രവർത്തനങ്ങൾ കാര്യമായി നിയന്ത്രിക്കുന്നത് ആ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറാണ്. നമ്മളെ വർക്കലയെ സംബന്ധിച്ചിടത്തോളം ഞാൻ അറിഞ്ഞത് 15ഓളം പോലീസ് ഉദ്യോഗസ്ഥരുടെ കുറവുണ്ട് എന്നാണ്. അതിൽ തന്നെ വനിതാ SI ഉൾപ്പെടെ 4 SIമാരുടെയും കുറവുണ്ട്. വർക്കലയിലെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വളരെ കൂടുതലായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിർബന്ധമായി നമുക്ക് ഒരു വനിതാ SIയുടെ ആവശ്യം വർക്കലയിലുണ്ട്. ശനി ഞായർ ദിവസങ്ങളിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഒത്തിരി ആൾക്കാർ ശനി ഞായർ ദിവസങ്ങളിൽ വർക്കലയിൽ കൂടാറുണ്ട്. ഈ ദിവസങ്ങളിലെ ജനത്തിരക്ക് എന്ന് പറയുന്നത് ഇരുചക്ര വാഹനങ്ങളുടെ ചീറിപ്പാച്ചിൽ, അതുപോലെ തന്നെ അക്കാരണത്താൽ മറ്റ് വാഹനങ്ങൾക്ക് അതുപോലെ തന്നെ യാത്രക്കാർക്ക്
വഴി നടക്കാൻ വയ്യാത്ത അവസ്ഥയിലുള്ള തിരക്കാണ് രൂപപ്പെടുന്നത്. ഈ അവസ്ഥയിൽ അവരെ നിയന്ത്രിക്കുന്നതിന് നമുക്കിപ്പോൾ വർക്കലയിൽ പോലീസിന്റെ സാന്നിധ്യം അനിവാര്യമാണ്. അവരുടെ ഒരു സഹായം നമുക്ക് കൂടിയേ തീരുള്ളൂ. മറ്റൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉത്സവ സീസൺ തുടങ്ങിയിരിക്കുകയാണ്. ഈ ഉത്സവ സീസണിലായാലും നമ്മുടെ ഈ ആൾക്കാരുടെ സാമൂഹ്യ വിരുദ്ധരുടെയും അതുപോലെ തന്നെ പരസ്യമായ മദ്യപാനം എല്ലാം ഇനിയിപ്പം ഏറി വരും. ഇതൊക്കെ നിയന്ത്രിക്കണമെങ്കിൽ നമുക്ക് പോലീസ് ഓഫീസർമാരുടെ അവരുടെ സഹായം മാത്രമേ നമുക്ക് ലഭിക്കാനുള്ളൂ. രാത്രികാലങ്ങളിൽ പോലീസ് പട്രോളിംഗ് നടത്തണമെങ്കിലും നമ്മുടെ ഈ പല സ്ഥലങ്ങളിലും ഉള്ള ഏത് പ്രശ്നങ്ങളിലും നമുക്ക് പോലീസിന്റെ അവരുടെ ബഹുമാനപ്പെട്ട പോലീസുകാരുടെ സാന്നിധ്യം കൂടിയേ തീരൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പുന്നമൂട് റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്, മേലധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ വർക്കല പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കുറവ് നികത്തി ഇതിനൊരു പരിഹാരം കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വർക്കല പോലീസിന്റെ ട്രാഫിക് യൂണിറ്റിന്റെ പ്രവർത്തനം നേരത്തെ നിലച്ചിരുന്നു. വർക്കല ഡിവിഷനിലെ പ്രധാന സ്റ്റേഷനായ വർക്കല പോലീസ് സ്റ്റേഷനിൽ 4 SIമാരെയും നിയോഗിക്കണമെന്നാണ് നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും ആവശ്യം. HP ന്യൂസ് 24/7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി-ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം 6 വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2,000 മുതൽ 2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarursanitary@gmail.com. Sarur Sanitary, Attingel.